ഹലോ ഫോക്സ്, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ആഴ്ച അസൻ ടി ടി ആയിരുന്നു, അത് കഴിഞ്ഞു. ആൻഡ് വി സോ പെക്കോ ബാഗ്നായ ഡോമിനേഷൻ, നമ്മളൊരു ഡുക്കാട്ടി ഡോമിനേഷനൊക്കെ വിറ്റ്നസ് ചെയ്തു. അതുപോലെ തന്നെ മാർട്ടിനിൽ നിന്ന് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു റേസ് നമ്മൾ കണ്ടു. പിന്നെ മാർക്ക് മാർക്കസിന് ഒരു വളരെ ഫൊർഗറ്റബിൾ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു. അതുപോലെ തന്നെ പല പല ടീമുകളുടെ ട്രാൻസ്ഫർ റൂമേഴ്സും, അതുപോലെ തന്നെ ടീമുകൾ ട്രാൻസ്ഫർ ആയത്, ആൾക്കാർ ട്രാൻസ്ഫർ ആയത്, കോൺട്രാക്ട് എക്സ്റ്റൻഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീക്കെൻഡിൽ കണ്ടു. പിന്നെ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു നല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലെ പ്ലാസ്റ്റർ അവസാനം റിമൂവ് ചെയ്തു. സോ കൈ കുറച്ചുകൂടെ ഫ്രീലി ഒക്കെ എനിക്ക് യൂസ് ചെയ്യാം, വിച്ച് ഇസ് എ ഗുഡ് തിങ് ഫോർ മീ. സോ ടോട്ടലി നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. എനിവേ, നമുക്ക് അപ്പോൾ അസൻ ടിറ്റിനെ കുറിച്ച് സംസാരിക്കാം. സോ വെൽക്കം ടു BBK മോട്ടോ ലവ് മോട്ടോ GP പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 3. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ബിൽസൺ ബെന്നി. ആൻഡ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞ പോലെ അസൻ ടിറ്റിനെ കുറിച്ചാണ്. സോ അസൻ ടിറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം ഞാൻ ആക്ച്വലി മോട്ടോ GP കണ്ടു തുടങ്ങുന്നത് 2018-ലാണ്. ഇറ്റ് വാസ് നോട്ട് എ മാർക്ക് മാർക്കസ് ഡൊമിനേഷൻ ഇയർ. പക്ഷേ മാർക്ക് മാർക്കസിനെ കുറിച്ച് കേട്ടിട്ടാണ് ഞാൻ ആക്ച്വലി മോട്ടോ GPനെ കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ആയിട്ടും കൂടുതൽ അറിയാനൊക്കെ ആയിട്ടും കണ്ടു തുടങ്ങിയത്. പിന്നെ ഞാനൊരു ഫാനായി. ആൻഡ് 2019 ആസ് എ മാർക്ക് മാർക്കസ് ഫാൻ, നിങ്ങൾ ആരെങ്കിലും മാർക്കസ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാം എത്രത്തോളം അടിപൊളിയായിട്ടുള്ളൊരു സീസൺ ആയിരുന്നു. അപ്പം ഞാനിത് പറഞ്ഞു തന്നത് ആക്ച്വലി ഞാനൊക്കെ വളരെ പുതിയ ഒരു ആളെന്ന് വേണമെങ്കിൽ പറയാം. മോട്ടോ GPയുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് റേസുകൾ മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ആൻഡ് ഈ അസനെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി അസൻ ഇസ് മോട്ടോ GP എന്നും ഉണ്ടോ അന്ന് മുതൽ അസൻ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ബെത്ലഹേം അല്ലെങ്കിൽ ജെറുസലേം പോലെയുള്ള ഹോളി പ്ലേസസ് ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഹോളി പ്ലേസസ് വെച്ച് നോക്കുമ്പോൾ മോട്ടോ GPയുടെ ഒരു ഹോളി പ്ലേസ് ആണ്, അല്ലെങ്കിൽ ഒരു പുണ്യനാടാണ് അസൻ എന്ന് പറയുന്നത്. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ എന്നൊക്കെ മോട്ടോ GP ഉണ്ടോ അന്നെല്ലാം അസൻ ഉണ്ട്. ഐ തിങ്ക് ഒരു 1940s മുതലൊക്കെ തന്നെ അസനിൽ റേസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇന്ന് കാണുന്ന ഒരു സർക്യൂട്ട് അല്ലായിരുന്നു അസൻ അന്ന്. അസൻ കുറച്ചുകൂടെ ഒരു വലുതായിട്ടുള്ളൊരു സർക്യൂട്ടായിരുന്നു. പിന്നെ കൂടുതൽ ഞാൻ കേട്ടെടുത്തോളം ഫിനാൻഷ്യൽ ട്രബിൾസ് കാരണം അവർക്ക് സർക്യൂട്ട് ചെറുതാക്കേണ്ട വന്നു, കുറച്ച് സ്ഥലമൊക്കെ വിൽക്കേണ്ട വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നേരത്തെ സർക്യൂട്ട് ഉണ്ടായിരുന്ന ഒരു സ്പേസ് ഇപ്പോൾ അവിടെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു റേസിംഗ് ട്രാക്ക് മാറ്റിയിട്ട് പാർക്കിംഗ് ഏരിയ മാത്രമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ട്രാക്ക് കുറച്ചുകൂടെ ചെറുതാക്കി. അപ്പോൾ പണ്ടത്തെ ഒരു ഫണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഴയ ആൾക്കാരില്ല എന്ന് പറയും. പക്ഷെ ഒരു മോഡേൺ ഫാൻസ് എന്നുള്ള രീതിയിൽ 2018 അസൻ TT കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അസൻ എന്തോ ഒരു ഫണ്ണാണെന്നുള്ളത്. ആക്ച്വലി ഈ 2024 അസൻ TT കാണുന്നതിന് മുമ്പ് ലൈക്ക് സ്പ്രിന്റ് റേസ് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ മാർക്ക് മാർക്കസ് ആയതിന് ഔട്ട് ആയപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ പോയി. ആക്ച്വലി ഞാൻ ഒരുപാട് കഴിഞ്ഞ് ശ്രദ്ധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം റേസിന്റെ സമയമാകുമ്പോഴത്തേനും കുറച്ചുകൂടെ ലെങ്തി റേസ് ആണ്. ഇപ്പോൾ കുറച്ചുകൂടെ ബൈക്സ് ഒക്കെ ഫാസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് റേസ് ആയിരിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ആക്ച്വലി ഇരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ എൻ്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ കുറച്ച് അടിപൊളിയാക്കും. കാരണം ഒന്നാമത് 3 ആഴ്ചത്തെ ഒരു ലോങ് സ്പ്രിങ്ങിലും സമ്മർ ബ്രേക്കിന് ശേഷമാണ് നമ്മൾ മോട്ടോ GP വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ എക്സൈറ്റ്മെന്റ് ഒക്കെ ഒന്ന് പഴയ എക്സൈറ്റ്മെന്റ് ഒക്കെ ഒന്നോടെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഞാൻ 2018 അസൻ TT അത് കാണുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ റേസ്. നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു റേസ് തന്നെയാണ്. മോട്ടോ GP ഫാൻ ആവാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റേസാണ് 2018 ഉണ്ടായിരുന്ന അസൻ TT എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 164 ഓവർടേക്സോളം കണ്ട് ആ TT ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി എക്സൈറ്റിംഗ് റേസ്. അപ്പോൾ അതൊക്കെ കണ്ടും ഭയങ്കരമായിട്ടും കോരി തിരിച്ചിട്ടാണ് ഞാൻ ഈ റേസ് കാണാൻ വന്നത്. ആൻഡ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് പറയുകയാണെങ്കിൽ അസൻ TT എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബോറിംഗ് ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മാർക്ക് മാർക്കസ് ആദ്യം സ്പ്രിന്റിൽ ഔട്ട് ആവുന്നതോ അല്ലെങ്കിൽ അതിനുശേഷം ഡിജൈന് കയറ്റി വിടുന്നതോ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഡിജൈന് കയറ്റി വിടുന്നതോ അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്യാത്തതോ കൊണ്ടൊന്നുമല്ല. ആക്ച്വലി ഫൈറ്റ് എവിടെ ഉണ്ടായി, ഫൈറ്റ് ആകപ്പാട് ഒരു 3rd സ്പോട്ട് മുതൽ 6th സ്പോട്ട് വരെ അവർ തമ്മിലൊരു ചെറിയ ഫൈറ്റ് ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് എന്താ പറയുക, ഒരു ഞാൻ 2018 കണ്ടിട്ടുള്ള അസനെ അല്ലായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ആക്ച്വലി നിലവിലെ ബൈക്കുകൾ അത് ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ 2023 ആണെങ്കിലും റേസുകൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ബട്ട് ബോറിംഗ് ആയിരുന്നു. മീൻസ് ഒരു ഡുക്കാട്ടി ഡോമിനേഷൻ തന്നെയായിരുന്നു. വേറെ ഒരു ബൈക്ക് നമ്മൾ ടോപ്പ് പൊസിഷൻസിൽ കണ്ടിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ബട്ട് ചില റേസുകളൊക്കെ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിരുന്നു. 2023 അസൻ ഞാൻ അത്രയ്ക്ക് ഓർക്കുന്നില്ല. എന്നാലും ഇതിനേക്കാൾ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ബൈക്കുകൾ ഇത്രയും ഫാസ്റ്റ് ഇല്ല. ഓൾമോസ്റ്റ് ഒരു 10 സെക്കൻഡ്സിൻ്റെയോ 7 സെക്കൻഡ്സിനെ കണ്ട് ഫാസ്റ്റർ, 7 അല്ലല്ലോ, ഐ തിങ്ക് ഒരു 11 സെക്കൻഡ്സോളം ഫാസ്റ്റർ ആയിരുന്നു ഇത്തവണത്തെ ബൈക്കുകൾ എന്ന് പറയുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെക്കോ ബാഗ്നായ കഴിഞ്ഞ വർഷത്തെ റേസ് പേസിൽ ഈ വർഷം റേസ് ചെയ്യുകയായിരുന്നെങ്കിൽ ഹി ഷുഡ് ബി ഫിനിഷിങ് അറ്റ് 7th. ആ രീതിയിൽ റേസ് പേസ് ഒക്കെ കൂടി. അപ്പോൾ ഇത് ബൈക്കുകളുടെ മാത്രം ഒരു ചേഞ്ച് അല്ല. കാരണം 23 ബൈക്ക് വെച്ച് നോക്കുമ്പോൾ 24 ബൈക്ക് അത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ബട്ട് ആക്ച്വലി ഈ ടയറിലുള്ളൊരു വ്യത്യാസമാണ് ശരിക്കും ഈ റേസ് പേസ് ഇത്രയും കൂടാൻ കാരണം. ഇതിപ്പോൾ അസലിൽ മാത്രം നമ്മൾ കാണുന്നതല്ല, ഓൾമോസ്റ്റ് എല്ലാ ട്രാക്കുകളിലെയും ലാപ്പ് റെക്കോർഡുകളെല്ലാം ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞേക്കുന്ന 8 റേസുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ 8 റേസുകളിലും ട്രാക്കുകളിലെ ലാപ്പ് റെക്കോർഡുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതെല്ലാം ആക്ച്വലി ടയറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ ആണ് ശരിക്കും ഇതിൻ്റെ കാര്യം വരുന്നത്. അപ്പം ആക്ച്വലി ടയർ ഡെവലപ്മെൻറ്റ് റൈഡേഴ്സിന് കൂടുതൽ ഗ്രിപ്പ് കിട്ടുന്നതൊക്കെ വളരെ നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അസൻ പോലൊരു ട്രാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ വെരി വൈഡ് ട്രാക്ക് ആൻഡ് ഇതിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ ആയിട്ടുള്ള കോർണേഴ്സ് ഇല്ല. എല്ലാം ഒരു ഒഴുക്കം മട്ടിലുള്ള കോർണേഴ്സാണ്, ഫ്ലോ ചെയ്ത് കൊണ്ടുപോകുന്നൊരു കോർണേഴ്സാണ്. പിന്നെ ഹൈ സ്പീഡ് എടുക്കാനായിട്ടുള്ള സ്ട്രെച്ച് ഇല്ല, ഒരു ചെറിയ സ്ട്രെച്ചേ ഉള്ളൂ. അതിൽ നമുക്ക് വലിയ ടോപ്പ് സ്പീഡൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കൂടുതലും റേസ് പോയിക്കൊണ്ടിരിക്കുക ഒരു 4th 5th ഗിയർ, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. മിക്കപ്പോഴും കോർണേഴ്സൊക്കെ ഒരു 2nd ഗിയർ കോർണേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാക്കാണ് ആക്ച്വലി. സോ ഇപ്പോഴത്തെ നിലവിലത്തെ മോഡേൺ മോട്ടോർ ജിപി ബൈക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൺ ഓഫ് ഡൗൺ ഫോഴ്സ് ഉണ്ട്, പുതിയ വിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ റൈഡ് ഹൈറ്റ് ഡിവൈസസ്, അങ്ങനെയൊക്കെയുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് കാരണം ബൈക്കുകൾ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ ഈ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ബൈക്കുകൾ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഡുക്കാട്ടിയുടെ ബൈക്കാണ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പെക്കോ ബാഗ്നായ ബീങ് ദ ഫാക്ടറി റൈഡർ, ബീങ് ഹാവിങ് ലോട്ട് ഓഫ് റിസോഴ്സസ്, ആക്ച്വലി ഒരുപാട് ഫാസ്റ്റ് ആയിട്ടാണ് ഈ തവണത്തെ റേസിൽ പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ശരിക്കും ടോപ്പ് ലെവലിൽ ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലാണല്ലോ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അസലിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ Moto3 എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റേസ് ആയിരുന്നു. ആ ഫൈനൽ ലാപ്പുകളൊക്കെ ഉണ്ടായിരുന്ന ഫൈറ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 റൈഡേഴ്സ് തമ്മിലുള്ള ഫൈറ്റൊക്കെ ആയിരുന്നു. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റി. സോ ആക്ച്വലി ട്രാക്കിൻ്റെ പ്രശ്നമല്ല, ഇപ്പോൾ ഈ ബൈക്കുകളുടെ ഡെവലപ്മെൻറ്റ് ഒരുപാട് ഫാസ്റ്ററായി, ബൈക്കുകൾ ഒരുപാട് ഫാസ്റ്റർ ആയതാണ് ശരിക്കും ഈ ട്രാക്കിലൊന്നും ഒതുങ്ങത്തില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത്. കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്ന മുജല്ലോ റേസും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എനിക്ക് മാത്രമല്ല, ഒരുപാട് MotoGP ഫാൻസിന് മുജല്ലോ റേസ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്തവണ അസനും പലർക്കും അത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബൈക്കുകൾ ഒരുപാട് ഫാസ്റ്ററായി, നമുക്ക് ഒരുപാട് ആക്ഷൻസ് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മെയിൻലി ഡുക്കാട്ടി അല്ല, മെയിൻലി ഡോൺ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കുകളുടെ സ്പീഡ് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ളതാണ്. അതിലൊരു 1 സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ആക്ച്വലി അവർ റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ 2027 ആകുമ്പോഴത്തേനും ബൈക്കുകളുടെ CC ഒക്കെ കുറച്ചിട്ട് CC കുറഞ്ഞ പവർ കുറഞ്ഞ ബൈക്കുകളാണ് അവർ ഇറക്കാൻ നോക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്, എത്രത്തോളം റേസിനെ നമുക്ക് കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആക്കും എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. കാരണം ഈ വിങ്സിൻ്റെ റൂൾസിലൊന്നും ഒരുപാട് മാറ്റം വരുത്തിയിട്ടില്ല. റൈഡ് ഹൈഡ് ഡിവൈസസിൽ മാത്രം പറ്റില്ല എന്നോ ബാൻ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആക്ച്വലി അതിൻ്റെ കംപ്ലീറ്റ് കാര്യം നോക്കിയിട്ടില്ല. ബട്ട് എനിവേ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ അസൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ വെരി എക്സൈറ്റിംഗ് റേസ്. എന്ന് വെച്ചാൽ റേസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ട്രാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ അസൻ നോക്കുമ്പോൾ അത്ര എക്സൈറ്റിംഗ് അല്ലാത്തൊരു റേസ് ആയിരുന്നു ശരിക്കും നടന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ആദ്യം തന്നെ അസൻ റേസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. നമുക്ക് ആ പഴയ ഒരു എക്സൈറ്റ്മെൻറ്റ് ശരിക്കും കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ റേസ് ട്രാക്കിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും അടുത്തതായിട്ട് റൈഡേഴ്സിൻ്റെ കാര്യമൊക്കെ പറയാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് പെക്കോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് ഹി വാസ് ദ സ്റ്റാർ. പെക്കോ ബാഗ്നായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു. ലൈക്ക് ഒരിക്കൽ പോലും പെക്കോ ബാഗ്നായ FP1 ഫ്രീ പ്രാക്ടീസിൻ്റെ സമയത്ത് ടോപ്പ് പൊസിഷൻ അടിച്ചിട്ടില്ല, അതായത് ഫസ്റ്റ് പൊസിഷൻ അടിച്ചിട്ടില്ല. പെക്കോ ബാഗ്നായുടെ കരിയറിൽ ആദ്യമായിട്ട് MotoGP കരിയറിൽ ആദ്യമായിട്ട് പുള്ളി FP1 P1 അടിച്ചു. അത് ലൈക്ക് എനിക്കും ഭയങ്കരമായിട്ടും അത്ഭുതം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ഓർത്തുകൊണ്ടിരുന്ന പെക്കോ ബാഗ്നായ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 30 വർഷമൊക്കെ ഭയങ്കര ഡോമിനൻ്റ് ആയിട്ടാണ് ഡുക്കാട്ടി ഇരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി പെക്കോയ്ക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ FP1 P1 ഉണ്ടായിരിക്കുമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കേട്ടപ്പോൾ ഞാനാണെങ്കിലും ഒരുപാട് എന്താ പറയുക വണ്ടർ അടിച്ചു, ഇതെന്താ ഇത്രയും കാലം എടുത്തതെന്നുള്ളത്. ലൈക്ക് പെക്കോ ആക്ച്വലി ആദ്യം ട്രാക്കിനെ മനസ്സിലാക്കി, അതിനുശേഷം എന്താ പറയുക മേ ബി സ്പ്രിന്റ് റേസ് ഒക്കെ ആയിരിക്കും പുള്ളിക്ക് ശരിക്കും ഒരു പ്രാക്ടീസ് ആവണം. ആൻഡ് അതിനുശേഷമായിരിക്കും ഫൈനൽ റേസിൽ പുള്ളി അപാര പ്രകടനം കാഴ്ചവെക്കാറുള്ളത്. പക്ഷേ അസൻ എന്ന് പറയുന്നത് ആക്ച്വലി പുള്ളിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. അതുകൊണ്ട് തന്നെ FP1 എല്ലാ പഴയ രീതികളെ മാറ്റി വെച്ചുകൊണ്ട് FP1 പുള്ളി P1 ആയിരുന്നു. അതിനുശേഷം നടന്ന Q2 പുള്ളി P1 ആയിരുന്നു. സ്പ്രിന്റ് റേസിൽ പുള്ളി P1 ആയിരുന്നു. ആൻഡ് ഫൈനൽ റേസിൽ പുള്ളി P1 ആയിരുന്നു. എല്ലാത്തിനും കംപ്ലീറ്റ് ഒരു ഡൊമിനേഷൻ ആയിരുന്നു പെക്കോ ബാഗ്നായന്. ആൻഡ് ആക്ച്വലി മാർട്ടിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും പെക്കോടൊപ്പം എത്താൻ പറ്റത്തില്ല എന്നുള്ളത് കാര്യം. ആൻഡ് പെക്കോ പ്രൂവ്ഡ് ഇറ്റ്. എന്തുകൊണ്ടാണ് പുള്ളി ആ ഫാക്ടറി സീറ്റിലിരിക്കുന്നത്, എന്തുകൊണ്ടാണ്. ആൻഡ് പുള്ളിയുടെ ഹേറ്റേഴ്സിനൊക്കെ പുള്ളി ശരിക്കും വായടപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യം ഇയറിൻ്റെ സ്റ്റാർട്ടിങ് ആകുമ്പോൾ പെക്കോ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല എന്നാണ്. പക്ഷേ അസൻ TTയിൽ പെക്കോ ആരാന്ന് ശരിക്കും പെക്കോ കാണിച്ചു. ആൻഡ് ഇറ്റ് വാസ് എ വെരി അമേസിങ് റേസ് ഫ്രം പെക്കോ.
അതുകൊണ്ട് തന്നെ റേസ് കുറച്ച് ബോറിംഗ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആക്ച്വലി P1 എന്ന് പറയാം, അതായത് പെക്കോ ഫിനിഷ് ചെയ്തതും മാർട്ടിൻ ഫിനിഷ് ചെയ്തതും തമ്മിൽ, അല്ലെങ്കിൽ പെക്കോയുടെയും മാർട്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 4 സെക്കൻഡ്സിൻ്റെ അടുത്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം പെക്കോയും തേർഡ് പൊസിഷനിലുണ്ടായിരുന്ന ഐ തിങ്ക് ഈനിയാന്ന് തോന്നുന്നു, പെക്കോയും ഈനിയ ബാസ്റ്റിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 7 സെക്കൻഡ്സോ 8 സെക്കൻഡ്സിൽ എങ്ങനെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പെക്കോ ടോട്ടലി ഒരു കംപ്ലീറ്റ് വേറെ ലെവൽ റേസാണ് കാണിച്ചത്. ഒരു വേറെ ലെവലല്ല, വേറെ പ്ലാനറ്റിൽ നിന്നാണ്, അത് മാർട്ടിനാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള റേസാണ് ആക്ച്വലി പെക്കോ കാഴ്ചവെച്ചത്. ആൻഡ് ശരിക്കും അത് സൂചിപ്പിക്കുന്നത് വേറൊരു ടീമും ഇതുവരെ ഡുക്കാട്ടിയുടെ ഒപ്പം എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം പെക്കോ മാത്രമല്ല, ബാക്കി ഒരുപാട് റേസേഴ്സ് അത്യാവശ്യം നല്ല റേസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ അത്യാവശ്യം നല്ല റേസുകൾ കാഴ്ചവെച്ചേക്കുന്ന ഒരു ട്രാക്ക് തന്നെയാണ് അസൻ എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് വാസ് എ കംപ്ലീറ്റ് പെക്കോ ഡോമിനേഷൻ. സോ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ പെക്കോനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എവിടെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, അപ്പോൾ ക്രെഡിറ്റ് ഇസ് ഡ്യൂ, നമ്മൾ അവിടെ ക്രെഡിറ്റ് കൊടുക്കുക തന്നെ ചെയ്യണം. ആൻഡ് പെക്കോയ്ക്ക് ഒരു എന്താ പറയുക, ഒരു വേറെ ലെവൽ റേസ് തന്നെയായിരുന്നു. ആൻഡ് പെക്കോ ഫാൻസിനൊക്കെ വളരെ വളരെ സന്തോഷം തരുന്ന ഒരു റേസ് ആയിരുന്നു. ലൈക്ക് ഈ പറയുന്ന പോലെ അസൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോപ്പ് ആൻഡ് ഗോ ഒന്നുമില്ല, എല്ലാം ഫ്ലോയിങ് കോർണേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രാഷൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല കിടലിനായിട്ടുള്ള ക്രാഷ് ആയിരിക്കും. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ആക്ച്വലി പെക്കോ വീണ്ടും വീണ്ടും അതായത് മാർട്ടിൻ്റെ ഗ്യാപ്പ് ഉണ്ടാക്കാൻ നോക്കും, അല്ല മാർട്ടിൻ ആ ഗ്യാപ്പ് കുറയ്ക്കാൻ നോക്കും, പെക്കോ ആ ഗ്യാപ്പ് അതുപോലെ തന്നെ കൂട്ടും, അതിലും കൂടുതലായിട്ട് ചിലപ്പോൾ പെക്കോ ഗ്യാപ്പ് കൂട്ടും. സോ റേസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലൈക്ക് ഒരു 5 സെക്കൻഡ് അല്ല 0.5 സെക്കൻഡ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ മാർട്ടിൻ അതൊരു 0.4 ആക്കാൻ നോക്കുമ്പോൾ പെക്കോ അടുത്തത് 0.7 മാറ്റും. അത് കഴിഞ്ഞ് മാർട്ടിൻ അത് വീണ്ടും ഒരു 600 കുറയ്ക്കാൻ നോക്കുമ്പോൾ പെക്കോ അത് 1 സെക്കൻഡിലേക്ക് മാറ്റും. അങ്ങനെയൊക്കെ ആയിട്ട് മാർട്ടിൻ എന്താണ് മാർട്ടിൻ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി പെക്കോ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ പെക്കോയുടെ ഒരു പെർഫെക്റ്റ് വീക്കെൻഡ് മാത്രമല്ല, ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കൂടിയായിരുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ആ ഡുക്കാട്ടിലുള്ള കോൺഫിഡൻസ് ആണ്, അത് എന്തോരം കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ശരിക്കും കാണിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര സ്വീപ്പിംഗ് ആയിട്ടുള്ള കോർണേഴ്സും ഒരു ക്രാഷൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഹൈ സ്പീഡ് ക്രാഷുകൾ വരുന്നൊരു ഇതൊക്കെയാണ്. 2 റൈഡേഴ്സിനെ ശരിക്കും ഓടിക്കാൻ പോലും പറ്റിയില്ല. ലൈക്ക് അലക്സ് റിൻസിൻ്റെ കാര്യവും അതുപോലെ അലക്സ് എസ്പാർഗോയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, അലക്സ് എസ്പാർഗോ സ്പ്രിന്റിൻ്റെ സമയത്തെങ്ങാണ്ട് ക്രാഷ് ആയതാണ്. അത് കഴിഞ്ഞ് റേസ് പോലും പങ്കെടുക്കാൻ പറ്റിയില്ല. അലക്സ് റിൻസിനാണെങ്കിൽ വീണ്ടും ഇഞ്ചുറി വന്നിട്ട് ഒരു സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ സൂക്ഷിച്ച് ഓടിക്കേണ്ട ഒരു ട്രാക്കും കൂടിയാണ് ഇത് ആക്ച്വലി. ആ സമയത്താണ് പെക്കോ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റേസ് കാഴ്ചവെച്ചത്. സോ ഹാറ്റ്സ് ഓഫ് ടു പെക്കോ. ഇതിൽ കൂടുതൽ ഇപ്പം എന്താ പറയാനുള്ളത്, നമുക്ക് പൊക്കി പറയുന്നതിൻ്റെ മാക്സിമം നമ്മൾ പൊക്കി പറഞ്ഞില്ലേ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഫിനിഷർ ദാറ്റ് ഈസ് മാർട്ടിൻ. സോ ഇപ്പം നിലവിൽ മാർട്ടിനാണ് നമ്മുടെ മോട്ടോ GP ചാർട്ട്സിലൊക്കെ ടോപ്പായിട്ട് നിൽക്കുന്നത്. ലൈക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് സ്കോർ ചെയ്ത് ഇത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാർട്ടിനാണ്. കഴിഞ്ഞ വർഷത്തെ മാർട്ടിനിൽ നിന്ന് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടാണ് ഇത്തവണത്തെ മാർട്ടിനെ നമ്മൾ കണ്ടത്. ലൈക്ക് പെക്കോ കയറിപ്പോയി, പെക്കോനെ പിടിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട്, പക്ഷെ എന്നാൽ പോലും പുള്ളി ക്രാഷ് ആവും എന്നുള്ളൊരു ഒരു തോട്ടം പുള്ളിക്കുണ്ട് പെക്കോ. കാരണം വേറൊരു ലെവലിലാണ് പെക്കോ റേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാർട്ടിൻ വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു റേസാണ് കാഴ്ചവെച്ചത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല, പക്ഷേ പിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പിടിക്കാൻ പോയി, അവിടെ ക്രാഷായി, എനിക്ക് കിട്ടേണ്ട പോയിന്റ്സ് ഞാൻ കളയുന്നില്ല, അതിന് പകരം എനിക്ക് എന്ത് പൊസിഷനാണ് കിട്ടുന്നത് അത് വെച്ച് തന്നെ മാക്സിമം പോയിന്റ്സ് ഞാൻ എടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള മെൻറ്റാലിറ്റിയിലാണ് ആക്ച്വലി മാർട്ടിൻ റേസ് ചെയ്തത്. അത് നമുക്ക് റേസിനിടയ്ക്ക് കാണാനും പറ്റി. സോ ഹി ഡിഡ്ന്റ് വിൻ ഇറ്റ്, ഹി വാസ് കംപ്ലീറ്റ്ലി ഇൻ ഹിസ് കൺട്രോൾ. എന്ന് വെച്ചാൽ പുള്ളിയുടെ എമോഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി കൺട്രോളിലായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് മാർട്ടിൻ അത്യാവശ്യം നല്ലൊരു റേസ് കാഴ്ചവെച്ചു. മാർട്ടിൻ നല്ല സ്പീഡിൽ തന്നെയാണ് പോയത്, പക്ഷേ പെക്കോ വാസ് ഗോഡ്. ആ ഒരു റേറ്റിലേക്ക് മാർട്ടിന് എത്താൻ പോലും പറ്റിയില്ല. മാർട്ടിന് മാത്രമല്ല വേറെ ആർക്കും എത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. എനിവേ മാർട്ടിനിൽ നിന്ന് വളരെ നല്ലൊരു റേസാണ് നമുക്ക് കാണാൻ പറ്റിയത്. നമ്മൾ കഴിഞ്ഞ വർഷമൊന്നും കാണാത്തൊരു മാർട്ടിനെ കണ്ടതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നി. അപ്പോൾ മാർട്ടിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് പറയാനുള്ളത് ആക്ച്വലി മാർക്ക് മാർക്കസിനെ കുറിച്ചാണ്. ലൈക്ക് എല്ലാ GPയിലും പുള്ളി ഓരോ ഹെഡ്ലൈൻസ് ഉണ്ടാക്കും. അപ്പോൾ ഈ GPയിലും മാർക്ക് മാർക്കസ് ലൈക്ക് ഡുക്കാട്ടി ആയിട്ടുള്ള സൈനിങ് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യത്തെ റേസാണ്. അപ്പോൾ മാർക്ക് മാർക്കസിന് വീണ്ടും ഒരു അൺലക്കി വീക്കെൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവരുടെ ടീമിൻ്റെ ചില സ്ട്രാറ്റജിക്കൽ ഡിസിഷൻസ് ഒന്നും അത്ര സെറ്റായിട്ട് വരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആക്ച്വലി എനിക്ക് പ്രാക്ടീസ് സെഷൻ ശരിക്കും കാണാൻ പറ്റിയില്ല, എനിക്ക് കുറച്ച് വേറെ തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ റീപ്ലേ കണ്ടായിരുന്നു മാർക്കസിൻ്റെ ഒരു കിഡിലിനൊരു Q2 പെർഫോമൻസിന് ഇടയ്ക്ക് പുള്ളി ക്രാഷ് ആവുന്നതൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഹി സ്റ്റാർട്ടഡ് ഫ്രം P7. P7 ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ P6 ആണോ, അല്ല P7 സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല P6 ആണെന്ന് തോന്നുന്നു. എനിവേ P7 P6 വാട്ടവർ, ആ പൊസിഷനിലാണ് പുള്ളിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ഈവൻ ദോ പുള്ളി P1 നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോലും പെക്കോനെ പിടിക്കാൻ പറ്റില്ല എന്നുള്ളത് കംപ്ലീറ്റ് 100% ഷുവർ ആയിരുന്നു. ബിക്കോസ് അഗൈൻ പെക്കോ വാസ് ഓൺ അനദർ ലെവൽ. പക്ഷേ സ്പ്രിന്റ് റേസിൽ മാർക്കസിന് ഒരു ക്രാഷ് ഉണ്ടായി. ലൈക്ക് പുള്ളി കുറച്ചുകൂടെ ഇൻവേർഡ് ആയിട്ട് കയറി അവിടെ ഒരു ഷിക്കേൻ അല്ലല്ലോ, ഒരു ചെറിയ
എന്താ പറയുക, എനിക്ക് അതിൻ്റെ കറക്റ്റ് ടെക്നിക്കൽ ടേം ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും അവിടെ വന്ന് ബൈക്ക് ഇടിച്ച് ഫ്രണ്ട് അടിച്ച് പുള്ളിക്ക് കൺട്രോൾ തെറ്റി പുള്ളിയെ ക്രാഷ് ആവുകയാണ് ചെയ്തത്. ഐ തിങ്ക് സെക്കൻഡ് ലാപ്പിലായിരുന്നു അത് സംഭവിച്ചത്. അപ്പോൾ സ്പ്രിന്റ് റേസിൽ 0 points ആയിരുന്നു. അതിനുശേഷം റേസ് ആണെങ്കിൽ പോലും ആക്ച്വലി ഹി വാസ് ഫൈറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ 3rd പൊസിഷനിലേക്ക് കയറി. ആൻഡ് അവർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേർ മിനിമത്തിലാണ് കൊണ്ട് ഇത് ടയർ പ്രഷർ സെറ്റ് ചെയ്തത്. അപ്പോൾ മോട്ടോ ജിപിയുടെ കഴിഞ്ഞ വർഷം വന്നൊരു റൂളാണ് ആക്ച്വലി ടയർ പ്രഷർ മോണിറ്ററിംഗ് ഉണ്ട്. അപ്പോൾ ഒരു മിനിമം ലെവലിന് താഴെ ഒരിക്കലും ടയർ പ്രഷർ പോകാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ മീൻസ് പോകാൻ പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60% ഓഫ് ദ റേസ് അവർ ആ ഒരു മിനിമം കീപ്പ് ചെയ്യണം. അതിനുശേഷം ഒരു 40% റേസിൽ താഴെ പോയാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ടയർ പ്രഷർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു വേറെ റൈഡർ ഉണ്ടെങ്കിൽ പുള്ളിൽ നിന്ന് വരുന്ന ഹീറ്റും കാര്യങ്ങളൊക്കെ കാരണം ടയറിൻ്റെ പ്രഷർ കൂടും. അതേസമയം നമ്മൾ കൂൾ എയർ ആണ് നമ്മളുടെ ടയറിലേക്ക് അടിക്കുന്നതെങ്കിൽ നമ്മുടെ ടയർ പ്രഷർ താഴും. അപ്പോൾ ഐ തിങ്ക് ദ ഗ്രിസീനി ടീം വാസ് ഹോപ്പിംഗ് ഈ P6 മാർക്കസ് ഒന്നല്ലെങ്കിൽ 3rd and 4th ആയിട്ടൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ മാർക്കസ് എല്ലാ റേസുകളിലെയും പോലെ തന്നെ ഫസ്റ്റ് 2 ആൾക്കാരുടെ ഒപ്പം തന്നെ പിടിച്ച് അവരുമായിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും ഉണ്ടാകാൻ പോവുക എന്നുള്ളൊരു തോട്ടിലായിരിക്കും. വളരെ ബെയർ മിനിമത്തിലാണ് ആക്ച്വലി ഈ മാർക്കസിന്റെ ടയർ സെറ്റ് ചെയ്തിരുന്നത്, ടയർ പ്രഷർ. അപ്പോൾ അതിനുശേഷം റേസ് സ്റ്റാർട്ട് ചെയ്ത് മാർക്കസ് നോക്കിയപ്പോൾ 2 എണ്ണം വെടിയുണ്ട പോലെ ഫ്രണ്ടിലേക്ക് പോയി. പിന്നെ മാർക്കസിന് കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആണ്. ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡ് എടുത്തെങ്ങാണ്ട് അപ്പം തന്നെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ റൈഡേഴ്സ് എപ്പോഴും അവരുടെ ഡാഷ്ബോർഡിൽ ഒരു ഗ്രീൻ ലൈറ്റ് കാണിക്കും. അതായത് അവരുടെ ടയർ പ്രഷർ പറഞ്ഞേക്കുന്നതിനേക്കാളും താഴെയാണ് പോയേക്കണമെങ്കിൽ അത് അവരുടെ ഇതിൽ കാണിക്കും, ഡാഷ്ബോർഡിൽ കാണിക്കും. അപ്പോൾ ആ വാർണിംഗ് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് മാർക്കസ് ഒരാൾക്ക് കയറി പോയിക്കോ എന്ന് പറഞ്ഞൊരു സിഗ്നൽ കാണിക്കുന്നത് കാണുന്നത്. ഇറ്റ് വാസ് എന്താ പറയുക, എല്ലാവരും ആ വിളിച്ചിരുന്നു ഇതെന്ത് സംഭവം ഇത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ മാർക്കസിന് വളരെ ഏർലി ആയിട്ട് തന്നെ ഒരു ലോങ് ലാപ്പ് പെനാൽറ്റി കിട്ടിയായിരുന്നു. അപ്പോൾ സോ അഗെയിൻ പീപ്പിൾ തോട്ട് ഈ ലോങ് ലാപ്പ് പെനാൽറ്റി കിട്ടിയപ്പോൾ പുള്ളിക്ക് കുറച്ചുകൂടി റെഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മേ ബി ഡിജനെ ഫോളോ ചെയ്യുന്നതായിരിക്കും. ബട്ട് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ അവർക്ക് മനസ്സിലായി ആക്ച്വലി മാർക്കസിന്റെ ടയർ പ്രഷർ കുറഞ്ഞിട്ടാണ്. അപ്പോൾ ടയർ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് ഡിജയുടെ ഫ്രണ്ട് കയറ്റി ഡിജയുടെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാർക്കസിന് വീണ്ടും ആ ടയർ പ്രഷർ ഇമ്പ്രൂവ് ചെയ്ത് കറക്റ്റായിട്ട് ഈ പറയുന്ന റെഗുലേഷൻ അനുസരിച്ച് പുള്ളിക്ക് ടയർ പ്രഷർ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഡിജനെ ഫ്രണ്ടിലേക്ക് വിട്ടു. ബട്ട് അഗെയിൻ അൺഫോർച്ചുനേറ്റ്ലി ഡിസാസ്റ്റർ സ്ട്രക്ക്. ലൈക്ക് മാർക്കസ് പറയുന്നത് ഇനിയബാസിനെ ഇനി ഒരു കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഓവർടേക്ക് ചെയ്തു. അപ്പോൾ മാർക്കസ് വീണ്ടും പുറത്തേക്ക് പോയി. ആൻഡ് മാർക്കസ് വീണ്ടും ട്രാക്കിലേക്ക് കയറി വന്നപ്പോഴത്തേനും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായി. ഐ തിങ്ക് ഒരു 7 സെക്കൻഡ്സിനെ കണ്ട് ഗ്യാപ്പ് ഉണ്ടായി. അപ്പോൾ അഗെയിൻ ഈ കോൾഡ് എയർ അടിച്ചിട്ട് ടയറിലെ പ്രഷർ വീണ്ടും താന്നു. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ കാരണം ഒരു 2-3 ലാപ്പ് വീണ്ടും മാർക്കസിന് കൂൾ ടെമ്പറേച്ചർ, അതായത് ലോവർ പ്രഷറിൽ വണ്ടി ഓടിക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും പുള്ളി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു 0.001 PSI സംതിങ്, അതിൻ്റെ ആക്ച്വൽ കണക്ക് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു ചെറിയൊരു മാർജിനിലാണ് പുള്ളിക്കാരന് ഈ പെനാൽറ്റി കിട്ടിയത്. 16 seconds പെനാൽറ്റി കണ്ടാണ് കിട്ടിയത്. സോ മാർക്കസ് എൻഡ് അപ്പ് ബീയിങ് P10 or P11. സോ ടോട്ടലി ഈ ഒരു GP നിന്ന് പുള്ളിക്ക് ആ പണം കിട്ടിയത് 6 points ആണ്. വെരി ഫൊർഗറ്റബിൾ വീക്കെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് എനിവേ ഗ്രിസീനിയുടെ ട്വീറ്റ് വന്നത് അവർക്ക് എവിടെയാണ് പ്രശ്നം പറ്റിയിരിക്കുന്നതെന്ന് അവർ പഠിച്ചു. സോ നെക്സ്റ്റ് ടൈം അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത് അവർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. എനിവേ ആസ് എ മാർക്കസ് ഫാൻ ഇറ്റ് വാസ് എ ഡിസപ്പോയിന്റിങ് തിങ്. ബട്ട് ആക്ച്വലി അങ്ങനെ റെഗുലേഷൻ ഉണ്ടെങ്കിൽ ആ റെഗുലേഷൻ ശരിക്കും കംപ്ലൈ ചെയ്യണം. ലൈക്ക് ആ റെഗുലേഷൻ കംപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് വെച്ചേക്കുന്നത് തന്നെ ആക്ച്വലി മേ ബി ഒരു മിനിമം ലെവലിൽ എപ്പോഴും ടയർ പ്രഷർ ഉണ്ടാവണം. ആ ടയർ പ്രഷറിന് താഴെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വലിയതായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചേക്കാം. ലൈക്ക് ആക്ച്വലി ഒരു 300 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ ഒരു ടയർ പൊട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയൊരു ഡിസാസ്റ്ററിലേക്ക് വഴി തെളിച്ചു വെക്കാം. അപ്പോൾ അത് കാരണമായിരിക്കാം മിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു കാര്യം കൊണ്ട് നടക്കുന്നത്. ലൈക്ക് 60% ഓഫ് ദ റേസ് നിങ്ങൾ ഈ ഒരു പ്രഷറിൽ തന്നെ വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇനി മാർക്കസ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ചിലരൊക്കെ അത് ഒരു മാർക്കസ് കംപ്ലെയിൻ ചെയ്ത പോലെയൊക്കെ ആന്ന് കരുതി. പക്ഷേ ഞാൻ ഒരിക്കലും മാർക്കസ് കംപ്ലെയിൻ ചെയ്യുന്നത് കേട്ടിട്ടില്ല. ഇത് മാർക്കസ് കംപ്ലെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഹി വാസ് ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ദ സിറ്റുവേഷൻ. ഇനിയുടെ ഒരു അഗ്രസീവ് എന്താ പറയുക ഓവർടേക്ക് ഉണ്ടായി. അതുകൊണ്ട് മാർക്കസിനെ പുറത്ത് കൊണ്ടുവന്നു. 3 ലാപ്പ് ആയപ്പോഴത്തേനും ടയർ കൂൾ ഡൗൺ ആയി. അത് കാരണം ആ ഒരു റെഗുലേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഹി വാസ് ഔട്ട്. സോ അത് ചിലർക്ക് ജസ്റ്റിഫൈ ചെയ്യാം, ചിലർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് റെഗുലേഷൻ ഓർ എ ലോ ഇസ് എ ലോ ആൻഡ് ആ ലോ ഫോളോ ചെയ്യണം എന്നാണ് എനിക്കും പറയാനുള്ളത്, ഈവൻ ദോ ഐ എം എ മാർക്കസ് ഫാൻ. അപ്പോൾ അങ്ങനെ മാർക്കസിന് അത്ര ഒരു സെറ്റപ്പായിട്ടുള്ളൊരു വീക്കെൻഡ് അല്ലാതെ നമുക്ക് പറയാം. പിന്നെ വേറെ അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. വേറെ ബാക്കി മാനുഫാക്ചേഴ്സിൻ്റെ കാര്യമൊന്നും നമുക്ക് ഒന്നും പറയാനില്ല. ഡുക്കാട്ടിയോടൊന്നും അടുത്തെത്താൻ പറ്റിയില്ല. ഈവൻ ദോ സ്പ്രിന്റ് റേസിൽ മാവറിക് വിനിയാലസ് ആണ് 3rd എത്തിയത്. ബട്ട് അഗെയിൻ പുള്ളി ആ റേസിന് ശേഷമുള്ള റൈഡേഴ്സിൻ്റെ ആ ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് പുള്ളി പറഞ്ഞിരുന്നു ഇറ്റ് വാസ് വെരി ഹാർഡ് ടു ക്യാച്ച് ദീസ് പീപ്പിൾ. പുള്ളി കയ്യിലുള്ള എല്ലാം ഇട്ടിട്ടാണ് ആ 3rd പൊസിഷൻ തന്നെ എത്തിയതെന്ന് പറഞ്ഞു. എനിവേ
ഡുക്കാട്ടി വാസ് ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. ആൻഡ് അഗെയിൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈവൻ 2027 വരെ ഡുക്കാട്ടി ആയിരിക്കും ഡോമിനേറ്റിംഗ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ വേറെ ഐ തിങ്ക് പിന്നുള്ളത് പെഡ്രോ അക്കോസ്റ്റയാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാ ജീപ്പിലും പെഡ്രോ അക്കോസ്റ്റയും ഒരു പേരിടുന്നതാണ്. എന്തെങ്കിലുമൊക്കെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത് ഹീസ് ദ ടാലന്റ് ഓഫ് ദിസ് ജനറേഷൻ എന്ന് സ്ഥിരം കാണിച്ചിരുന്നതൊക്കെയാണ്. ബട്ട് എനിവേ പെഡ്രോയ്ക്ക് മാത്രം നല്ലൊരു വീക്കെൻഡ് ആയിരുന്നില്ല. ഐ തിങ്ക് സ്റ്റാർട്ടിങ് ഈ ഇനീഷ്യൽ ലോഞ്ചിൻ്റെ ഒരു പ്രശ്നം കാരണം പെഡ്രോയ്ക്ക് P11 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു സ്പ്രിന്റിൽ. അതിനുശേഷം ഇമ്പ്രൂവ് ആയി P9 വരെ എങ്ങാണ്ട് എത്തിയെന്ന് തോന്നുന്നു. എനിവേ റേസിൻ്റെ സമയത്തും പുള്ളി ക്രാഷായി. അപ്പോൾ അനദർ ഫോർഗെറ്റബിൾ വീക്കെൻഡ് ഫോർ പെഡ്രോ. ഐ തിങ്ക് ഹി മസ്റ്റ് ബി വെരി ആംഗ്രി ടുവേർഡ്സ് ഹിംസെൽഫ്. പക്ഷേ ഹീസ് എ റുക്കി, ഈ വർഷം വന്നേ ഉള്ളൂ. അപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ഈ മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ചിട്ടാണ് ഇനിയിപ്പോൾ അടുത്ത വർഷം വരാൻ പോകുന്ന പെഡ്രോ വാട്ട് കൈൻഡ് ഓഫ് ആനിമൽ ഹി വുഡ് ബി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒന്ന് ഗ്യാസിൽ നിന്ന് മാറി KTMലേക്ക് പോവാണ്. അപ്പോൾ പെഡ്രോയ്ക്ക് ഒരു ഫർഗറ്റബിൾ വീക്കെൻഡ് ആയിരുന്നു. ബാക്കിയുള്ള KTMs ഒക്കെ അതിലും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ബ്രാഡ് ബെൻഡർ പിന്നെയും പെഡ്രോ ഇതായതുകൊണ്ട് പെഡ്രോ വീണത് കൊണ്ട് ബ്രാഡ് ബെൻഡറാണ് പിന്നെ പോയിന്റ്സ് ടേബിൾ ഉണ്ടായിരുന്നില്ല, പോയിന്റ്സ് ടേബിൾ അല്ല, പൊസിഷനിൽ കുറച്ചുകൂടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന് വേണം നമുക്ക് പറയാം. പക്ഷേ ദേ നീഡ് ടു ഇംപ്രൂവ്. കാരണം ഈ വർഷം വന്നൊരു റുക്കി അവരെ എല്ലാ റേസിലും തന്നെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പോയിട്ടുണ്ടെങ്കിൽ ബ്രാഡ് ബെൻഡറിന് ചുമ പ്രാന്ത് പിടിച്ചെന്നിരിക്കും. കാരണം പുള്ളിയും കൂടി ഡെവലപ്പ് ചെയ്തൊരു ബൈക്കാണ് ആക്ച്വലി ഇപ്പോഴത്തെ KTMന്റെ ബൈക്ക്. അപ്പോൾ ആ ഒരു ബൈക്കിൽ പുതിയതായിട്ട് കയറി വന്ന ഒരാൾ ഇത്രയും അടിപൊളിയായിട്ടൊരു റേസ് കാഴ്ചവെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നാണക്കേടായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു ആക്ച്വലി ബ്രാഡ് ബെൻഡറിൻ്റെയും അല്ലെങ്കിൽ ജാക്ക് മില്ലറിൻ്റെ ഒക്കെ കാര്യം. പിന്നെ ബാക്കിയുള്ള ടീമുകളുടെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആരും ആ ഒരു പിക്ചറിൽ പോലും ഇല്ലായിരുന്നു. യമഹയിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ എക്സ്പെക്ട് ചെയ്തായിരുന്നു. ബട്ട് അലക്സ് റിൻസിന് വളരെ ഹൊറിബിൾ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായി റേസ് സ്റ്റാർട്ടിൽ തന്നെ. ലൈക്ക് ഹി വെൻ ടു ദ എന്താ പറയുക, അധികം ആൾക്കാർ ഓടിക്കാത്ത ആ ട്രാക്കിൻ്റെ സൈഡിലേക്ക് പുള്ളി പോയി. അപ്പോൾ അവിടെ വെച്ച് ഗ്രിപ്പ് നഷ്ടപ്പെട്ടു, ഹൈ സൈഡ് ഉണ്ടായി. ആൻഡ് ഹി ഹാസ് ഗോട്ട് ആൻ ഇഞ്ചുറി. ആൻഡ് ഫാബിയോ ക്വാട്ടറാറോ ആണെങ്കിലും ടോപ്പ് 10 എത്തിയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. സോ യമഹ ഇറ്റ് വാസ് അഗെയിൻ എ ഡിസപ്പോയിന്റിംഗ് വീക്കെൻഡ്. ആൻഡ് പിന്നെ ഹോണ്ടയുടെ കാര്യം നമുക്ക് പറയണ്ട. ഹോണ്ട ലൈക്ക് അവർ എക്സിസ്റ്റ് പോലും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അവരുടേത്. ഈവൻ ക്രാഷ് ഔട്ട് ആയിട്ട് വീണ്ടും റീജോയിൻ ചെയ്ത അവർ പോലും ലൂക്ക മറീനിനെക്കാളും ഫ്രണ്ടിൽ പോയി. ലൂക്ക വീണ്ടും ക്രാഷായി. ജോൻ മിർ ആസ് ഓഫ് എവറി GP വീണ്ടും ക്രാഷ് ഔട്ടായി. ബാക്കി 2 LCR ഹോണ്ടാസ് ആണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് റേസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തത്. സോ ഹോണ്ട ഇസ് ഇൻ കംപ്ലീറ്റ് മെസ്. ഒരു രീതിയിലും ആർക്കും രക്ഷപ്പെടാൻ പറ്റാത്തൊരു മെസ്സിലാണ് ഇപ്പോൾ ശരിക്കും ഹോണ്ട ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാ ടീമുകളുടെയും കാര്യം ഇരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരുപാട് ട്രാൻസ്ഫർ ന്യൂസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ന്യൂസുകളെ കുറിച്ച് ആക്ച്വലി ഞാൻ മുജല്ല GP കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ്. കാരണം ഒരുപാട് എക്സൈറ്റിംഗ് ന്യൂസുകൾ വന്നായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു ചൂടിറങ്ങിയായിരുന്നു ഞാൻ ചെയ്ത് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും. പിന്നെ ഞാൻ ആലോചിച്ചു എങ്ങനെയാണെങ്കിൽ എല്ലാ ട്രാൻസ്ഫർ വിൻഡോയും ക്ലോസ്, മീൻസ് ട്രാൻസ്ഫർ വിൻഡോ ഏകദേശം എല്ലാ റൈഡേഴ്സിൻ്റെയും ഒക്കെ എല്ലാം കൺഫേം ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ക്രോഡീകരിച്ചൊരു വീഡിയോ ചെയ്യാനൊക്കെ കരുതിയിരുന്നു. ഇതുവരെയായിട്ടും ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയിട്ടില്ല. പല റൈഡേഴ്സും ഉണ്ടാവുമോ അല്ലെങ്കിൽ ആ സീറ്റുകളിലൊക്കെ ആരാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്കിപ്പോഴും ഉറപ്പായിട്ടില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രാമാക് എന്ന് പറയുന്ന ടീം തന്നെ ഡുക്കാട്ടിയിൽ നിന്ന് മാറി യമഹയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഫ്രാങ്കോ മോർക്കോട്ടിലി വീണ്ടും തിരിച്ച് യമഹയിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് എനിവേ ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ ഈ വീക്കെൻഡിനുള്ളിൽ തന്നെ ഞാൻ ട്രാൻസ്ഫർ വിൻഡോനെ കുറിച്ചൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും. സോ ഐ തിങ്ക് നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ഇവിടെ പറയാനില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഐ ഹോപ്പ് ദിസ് പോഡ്കാസ്റ്റ് വാസ് ഹെൽപ്ഫുൾ. അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കുറേയൊക്കെ ഇതിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്നാമത് നമ്മുടെ പോഡ്കാസ്റ്റ് അധികം ആൾക്കാർ കാണുന്നില്ല. കാണുന്നവർ തന്നെ ഐ ഹോപ്പ് ദേ ആർ ട്രൂ MotoGP ഫാൻസ്. സോ നിങ്ങളൊരു MotoGP ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോഡ്കാസ്റ്റ് വേറെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എങ്ങനെയാണ് നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് കൂടുതൽ ആൾക്കാരെ ഈ സ്പോർട്ടിലേക്ക് നമുക്ക് ആകർഷിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതെല്ലാം എനിക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ആൻഡ് ഞാനും മാക്സിമം ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് എനിക്ക് തോന്നുന്ന ലൈറ്റിംഗ് നമ്മൾ അത്യാവശ്യം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ക്യാമറ ഈ പറയുന്ന പോലെ ഞാൻ എൻ്റെ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മൈക്കിൻ്റെ പ്രശ്നമാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നന്നായിട്ട് കയറി വരുന്നുണ്ടെന്ന് അറിയാം. രാവിലെ ഇവിടെ ഭയങ്കര ചീവിടിൻ്റെ ഒച്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ രാത്രിയിലത്തേക്ക് ഷൂട്ട് മാറ്റിയേക്കുന്നത്. രാത്രിയിലാണെങ്കിലും ഉണ്ട് ചീവിടിൻ്റെ ഒച്ചയുണ്ട്, പക്ഷേ അത്ര ഹൈ ആയിട്ട് ഉണ്ടാവില്ല. രാവിലെ ഒരുമാതിരി കാട്ടിൽ നിന്ന് ഒച്ച കേൾക്കുന്ന പോലെയാണ് ഇവിടെ ചീവിടിൻ്റെ ഒച്ച തന്നെ. അതുകൊണ്ട് ആണ് രാത്രിയിലേക്ക് മാറ്റിയത്. അപ്പോൾ മൈക്കിൻ്റെ എന്താണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാനിപ്പോഴും നോക്കുന്നുണ്ട്. എന്തെങ്കിലും AI ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് ഉണ്ടോ നമുക്ക് ഡയലോഗ്സ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുന്നത്
അതൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. മാക്സിമം ഞാനത് ബെറ്റർ ആക്കാൻ നോക്കും. അതിനുശേഷം നമുക്ക് പറ്റുമെങ്കിൽ ഇത് സ്പോട്ടിഫൈയിലേക്കൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ദിസ് ഇസ് മീ ബിൽസൺ സൈനിങ് ഔട്ട് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.